ആവേശത്തോടുകൂടി ഇപ്പോൾ എം.വി. ഗോവിന്ദൻ മാധ്യമങ്ങളോട് തത്സമയ ദൃശ്യം. കോട്ടയം ജില്ലാ സമ്മേളനം സംഘടിപ്പിക്കുകയും ആ സമ്മേളനത്തിൽ ഏകകണ്ഠമായി കോട്ടയം ജില്ലാ സെക്രട്ടറിയായി സഖാവ് റസൽ തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തിട്ടുള്ളതാണ്. കുറച്ചുകൂടി ചികിത്സ വേണം എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് സഖാവ് റസലിനെ അപ്പോളോയിൽ അഡ്മിറ്റ് ചെയ്തത്. ഇന്നലെ ഞാൻ ഫോണിൽ ബന്ധപ്പെടുകയും നല്ല മാറ്റം രോഗവുമായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട്, വേഗം തന്നെ നാട്ടിലേക്ക് തിരിച്ചെത്താൻ കഴിയും എന്നായിരുന്നു സഖാവിൻ്റെ പ്രതീക്ഷ എന്നൊന്ന് പറഞ്ഞു. ഇന്ന് രാവിലെ ഒരു ചെക്കപ്പ് ഉണ്ടായിരുന്നു അപ്പോളോയിൽ. ചെക്കപ്പ് കഴിഞ്ഞ് താമസ സ്ഥലത്തെത്തി ലിഫ്റ്റിൽ സഞ്ചരിച്ച് മേലോട്ടേക്ക് പോകുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുന്നത്. അതിനെ തുടർന്നാണ് സഖാവ് റസൽ അകാലത്തിൽ നമ്മെ വിട്ടുപിരിഞ്ഞത്. ഒരു മനുഷ്യൻ തൻ്റെ മനുഷ്യായുസ് മുഴുവൻ പാർട്ടിക്ക് വേണ്ടി സമർപ്പിക്കുക എന്ന് പറഞ്ഞാൽ അക്ഷരാർത്ഥത്തിൽ സഖാവ് റസലിൻ്റെ ജീവിതം അങ്ങനെയാണ്. കൊല്ലം എസ്.എൻ. കോളേജിലാണ് റസൽ പഠിച്ചത്. SFI പ്രവർത്തനം എന്ന രീതിയിൽ നല്ല സംഘാടന പ്രവർത്തനത്തിലൂടെയാണ് അദ്ദേഹം കോളേജ് ജീവിതം കഴിഞ്ഞ് ചങ്ങനാശ്ശേരിയിലേക്ക് തിരിച്ചെത്തുന്നത്. SFI സംഘടനാ പ്രവർത്തനത്തിലൂടെ കടന്നു വന്ന് DYFI സംഘടനയുടെ പ്രമുഖ പ്രവർത്തകനായി യൂണിറ്റ് മുതൽ അങ്ങോട്ട് സെൻട്രൽ കമ്മിറ്റി വരെയുള്ള അഖിലേന്ത്യാ കമ്മിറ്റി വരെയുള്ള ഘടകങ്ങളിൽ അദ്ദേഹം പ്രവർത്തിച്ചു. ചങ്ങനാശ്ശേരി ഏരിയ കമ്മിറ്റിയുടെ DYFIയുടെ സെക്രട്ടറിയായി പ്രവർത്തിച്ചു, ജില്ലാ സെക്രട്ടറിയായി പ്രവർത്തിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം CITUവിൻ്റെ ജില്ലാ സെക്രട്ടറിയായി. CPIMൻ്റെ സുദീർഘകാലം ഏരിയ സെക്രട്ടറി ആയിരുന്നു ചങ്ങനാശ്ശേരി. പിന്നീട് ജില്ലാ കമ്മിറ്റി, ജില്ലാ സെക്രട്ടേറിയറ്റ്, ജില്ലാ സെക്രട്ടറി, സംസ്ഥാന കമ്മിറ്റി അംഗം, അങ്ങനെ ട്രേഡ് യൂണിയൻ പ്രസ്ഥാനത്തിൻ്റെയും പാർട്ടിയുടെയും യുവജന പ്രസ്ഥാനത്തിൻ്റെയും വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെയും എല്ലാം അനുഭവങ്ങളോടുകൂടി തികഞ്ഞ ജനസേവകനായി നാട് അങ്ങേയറ്റം അഭിമാനത്തോടെ അംഗീകരിക്കുന്ന CPIMൻ്റെ പ്രമുഖ നേതാവായി സഖാവ് പ്രവർത്തിക്കുകയായിരുന്നു. സഹകരണ മേഖലയിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച ഒരു സഹകാരി കൂടിയായിരുന്നു സഖാവ് റസൽ. ജില്ലാ പഞ്ചായത്ത് അംഗം എന്ന നിലയിൽ ജില്ലയിലെ തിരഞ്ഞെടുക്കപ്പെട്ട സ്ഥാപനങ്ങളിലും അദ്ദേഹം പ്രവർത്തിക്കുകയുണ്ടായി. 63-ാമത്തെ വയസ്സിൽ നമ്മളാരും പ്രതീക്ഷിക്കാത്ത സന്ദർഭത്തിൽ സഖാവ് നമ്മെ വിട്ടുപിരിഞ്ഞിരിക്കുകയാണ്. സംഘടനാ പ്രവർത്തനം എന്ന് പറയുന്നത് ഒരു പോരാട്ടം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ. DYFI സംഘടനാ രംഗത്തും ട്രേഡ് യൂണിയൻ രംഗത്തുമെല്ലാം പ്രവർത്തിക്കുമ്പോഴും തൻ്റെ സ്വസിദ്ധമായ സംഘടനാ പ്രവർത്തനത്തിൻ്റെ ശൈലി, രീതി, ആളുകളെ അമ്പരിപ്പിക്കുന്ന രീതിയിൽ കൈകാര്യം ചെയ്യാനുള്ള ശേഷി അദ്ദേഹത്തിനുണ്ടായിരുന്നു. അഹോരാത്രം പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ അക്ഷരാർത്ഥത്തിൽ അത് ശരിയാണ്. ഒരു സമർപ്പിത ജീവിതത്തിൻ്റെ ഉടമയായിരുന്നു അദ്ദേഹം. ഈ കാലമത്രയും ചക്രമത്തായ രീതിയിലുള്ള, ഉജ്ജ്വലമായ രീതിയിലുള്ള പ്രവർത്തനത്തിലൂടെ ആ നാടിൻ്റെ ജനങ്ങളുടെ കണ്ണിലുണ്ണിയായിട്ട് വളർന്നു വന്ന സഖാവ് റസലിൻ്റെ വിയോഗം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ജനങ്ങളിൽ വലിയ പ്രയാസമാണ്, ദുഃഖമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. മകൾ ഒപ്പം തന്നെ
ആശുപത്രിയുടെ ഭാഗമായിട്ട് അവിടെ ഉണ്ട്. മകൾ ഉൾപ്പെടെയുള്ള മറ്റു കുടുംബാംഗങ്ങൾ റസലിനെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ആയിരക്കണക്കിന് സാധാരണ ജനങ്ങൾ, പാർട്ടി പ്രവർത്തകർ, ബഹുജനങ്ങൾ അവരെല്ലാം അനുഭവിക്കുന്ന ദുഃഖത്തിൽ CPIMന്റെ സംസ്ഥാന കമ്മിറ്റി അഗാധമായ ദുഃഖവും അനുശോചനവും അവരോടൊപ്പം ചേർന്ന് രേഖപ്പെടുത്തുകയാണ്. CPIM കോട്ടയം ജില്ലാ സെക്രട്ടറി AV റസലിനെ അനുസ്മരിക്കുകയായിരുന്നു പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ചും അതുപോലെ തന്നെ അദ്ദേഹം ആളുകളുമായി പുലർത്തിയിരുന്ന ഒരു ബന്ധത്തെക്കുറിച്ചുമെല്ലാം ഇപ്പോൾ MV ഗോവിന്ദൻ അനുസ്മരിക്കുകയായിരുന്നു. ഒപ്പം അദ്ദേഹത്തിൻ്റെ മരണം സംഭവിച്ചത് എങ്ങനെയാണ് എന്നും അർബുദബാധിതനായിട്ടാണ് അദ്ദേഹം മരിച്ചത് എന്നുള്ള കാര്യം ആണ് MV ഗോവിന്ദൻ പറഞ്ഞത്. അല്പസമയം മുൻപ് മുഖ്യമന്ത്രി പിണറായി വിജയനും റസലിനെ അനുസ്മരിച്ച് മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു. മുഖ്യമന്ത്രിയുടെ വാക്കുകളിലേക്ക്. ആകസ്മികവും ഞെട്ടിക്കുന്നതുമായ വാർത്തയാണ് നേരത്തെ കേൾക്കേണ്ടി വന്നത്. ജനങ്ങൾക്കാകെ സുസമ്മതനായ ഒരു പൊതുപ്രവർത്തകനായിരുന്നു അദ്ദേഹം. പാർട്ടിയുടെ നല്ലൊരു വാഗ്ദാനവുമായിരുന്നു സഖാവ് റസൽ. അദ്ദേഹത്തിൻ്റെ സംഘടനാ മികവ് കോട്ടയത്തെ പാർട്ടിയെ കൂടുതൽ നല്ല നിലയിലേക്ക് വളർത്തുകയായിരുന്നു. ആ ഘട്ടത്തിലുള്ള വിയോഗം പാർട്ടിക്ക് കനത്ത പ്രയാസമുണ്ടാക്കുന്നതാണ്. അദ്ദേഹത്തിൻ്റെ വിയോഗത്തിൽ അഗാധമായ ദുഃഖവും അനുശോചനവും രേഖപ്പെടുത്തുന്നു. CPIM കോട്ടയം ജില്ലാ സെക്രട്ടറി AV റസൽ ഇന്ന് വൈകുന്നേരം 3 മണിയോടുകൂടിയാണ് അദ്ദേഹത്തിൻ്റെ മരണം സ്ഥിരീകരിച്ചത്. ക്യാൻസർ ബാധിതനായി ചെന്നൈയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയായിരുന്നു അന്ത്യം. റസലിൻ്റെ മൃതദേഹം നാളെ രാവിലെ വിമാനമാർഗം കൊച്ചിയിൽ എത്തിക്കും. വിയോഗത്തിൽ അഗാധമായ ദുഃഖമുണ്ടെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. മറ്റ് നേതാക്കൾ, മന്ത്രിമാരടക്കമുള്ള നേതാക്കൾ ഇക്കാര്യത്തിൽ പ്രതികരിക്കുകയുണ്ടായി. എല്ലാവർക്കും സഹോദരൻ തുല്യനായ ഒരു വ്യക്തിയെ നഷ്ടമായി എന്നുള്ള കാര്യം തന്നെയാണ് പറയുന്നത്. വിവരങ്ങളുമായി കോട്ടയത്ത് നിന്നും ഗോകുലാണ് ചേരുന്നത്. ഗോകുൽ, ഈ അദ്ദേഹത്തെക്കുറിച്ച് അനുസ്മരിക്കുന്നവരുടെ എല്ലാവരുടെയും വാക്കുകളിലുണ്ട് മികച്ച ഒരു വ്യക്തിത്വത്തിന് ഉടമയായിരുന്നു, സഹോദര തുല്യനായിരുന്നു, പാർട്ടിയെ അടിയുറച്ച് സ്നേഹിച്ച ഒരു നേതാവായിരുന്നു എന്നുള്ളത്. ഇപ്പോൾ ഏത് രീതിയിലാണ് അദ്ദേഹത്തെ ജന്മനാട് സ്മരിക്കുന്നത്? അവിടെയുള്ള അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരൊക്കെ ഏതു രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ ഈ ഒരു വിയോഗം ഏറ്റുവാങ്ങുന്നത്? സ്വാതി, തീർത്തും അപ്രതീക്ഷിതമായിരുന്നു ജില്ലാ സെക്രട്ടറിയുടെ വിയോഗം എന്നുള്ളതായിരുന്നു ഓരോ പാർട്ടി പ്രവർത്തകരും ഇവിടെ നമ്മളോട് പ്രതികരിക്കുകയുണ്ടായത്. മുതിർന്ന നേതാക്കളടക്കമുള്ള പ്രവർത്തകർ നിലവിൽ കോട്ടയത്തെ DC ഓഫീസിലേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ്. ആ വിയോഗ വാർത്ത തീർത്തും അപ്രതീക്ഷിതമായിരുന്നു, അവിചാരിതമായിരുന്നു എന്നുള്ളൊരു പ്രതികരണം തന്നെയാണ് എല്ലാവരുടെ ഭാഗത്തു നിന്നും നമുക്ക് ലഭ്യമായിട്ടുള്ളത്. നിലവിൽ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ സംസ്കാര നടപടികളെപ്പറ്റി പാർട്ടി നേതൃത്വം അതിൽ തീരുമാനം കൈക്കൊണ്ടിരിക്കുകയാണ്. നാളെ രാവിലെ 7 മണിയോടുകൂടി ചെന്നൈയിലെ ആശുപത്രിയിൽ നിന്നും വിമാനമാർഗം AV റസലിൻ്റെ മൃതദേഹം കൊച്ചിയിലേക്ക് എത്തിക്കും. കൊച്ചിയിൽ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ പാർട്ടിയുടെ മുതിർന്ന നേതാക്കൾ മൃതദേഹം ഏറ്റുവാങ്ങുന്നുണ്ടാകും. തുടർന്ന് വിലാപയാത്രയായി കോട്ടയം DC ഓഫീസിലേക്കായിരിക്കും അദ്ദേഹത്തിൻ്റെ മൃതദേഹം നാളെ കൊണ്ടുവരുന്നുണ്ടാവുക. രാവിലെ 11:30-12 മണിയോടുകൂടി മൃതദേഹം കോട്ടയത്ത് എത്തിക്കുമെന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. തുടർന്ന് പാർട്ടി ജില്ലാ ആസ്ഥാനത്ത് പൊതുദർശന ചടങ്ങുകളുണ്ടാകും. 2 മണിക്കൂറോളം പൊതുദർശനം DC ഓഫീസിൽ വെച്ചതിന് ശേഷമായിരിക്കും അദ്ദേഹത്തിൻ്റെ ജന്മനാടായിട്ടുള്ള കോട്ടയം ചങ്ങനാശ്ശേരിയിലേക്ക് വിലാപയാത്രയായിട്ട് മൃതദേഹം കൊണ്ടുപോകുന്നുണ്ടാവുക. ഏറെ നാൾ അദ്ദേഹം പ്രവർത്തിച്ച ചങ്ങനാശ്ശേരിയിലെ പാർട്ടി ഓഫീസിലായിരിക്കും തുടർന്ന് മൃതദേഹം വയ്ക്കുന്നുണ്ടാകുക. അതിനുശേഷം വീട് തൊട്ട് സമീപത്ത് തന്നെയാണ് ചങ്ങനാശ്ശേരിയിൽ പാർട്ടി ഓഫീസിൽ നിന്നും തെങ്ങണായിലുള്ള അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്കായിരിക്കും അതിനുശേഷം മൃതദേഹം കൊണ്ടുപോകുന്നുണ്ടാവുക. തുടർന്ന് സംസ്കാര കർമ്മങ്ങൾ മറ്റന്നാളായിരിക്കും നടക്കുന്നുണ്ടാവുക. മറ്റന്നാൾ രാവിലെ വീട്ടുവളപ്പിലായിരിക്കും സംസ്കാര ചടങ്ങുകൾ
നടക്കുക എന്നാണ് പാർട്ടി നേതൃത്വം ഇപ്പോൾ ഔദ്യോഗികമായി തന്നെ അറിയിച്ചിരിക്കുന്നത്. ഒപ്പം ഈ വിലാപയാത്രയിലും അതോടൊപ്പം തന്നെ പൊതുദർശനത്തിലുമൊക്കെ വന്നു ചേർന്ന് അല്ലെങ്കിൽ പങ്കുചേർന്നുകൊണ്ട് അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നതിന് വേണ്ടി CPM-ന്റെ മുതിർന്ന നേതാക്കൾ, മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള നേതാക്കൾ എത്തിച്ചേരുമെന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. എന്തായാലും സംസ്കാര നടപടികളുടെ കാര്യത്തിൽ ഒരു ഔദ്യോഗിക തീരുമാനം പാർട്ടി നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്ന് തന്നെ ഉണ്ടായിരിക്കുകയാണ്. എന്തായാലും CPM കോട്ടയം ജില്ലയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ നികത്താനാവാത്തൊരു വിടവ് തന്നെയാണ് റസലിൻ്റെ വിയോഗം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം പാർട്ടിയുടെ സുപ്രധാനമായിട്ടുള്ള പല നീക്കങ്ങളിലും പല വിജയങ്ങളിലും കൃത്യമായിട്ട് പങ്കുവഹിച്ചിട്ടുള്ള ഒരു നേതാവ് കൂടിയിട്ടായിരുന്നു AV റസൽ എന്ന് പറയുന്നത്. ഒപ്പം 1981 അദ്ദേഹം CPM പാർട്ടി അംഗത്വം സ്വീകരിക്കുന്നത്. തുടർന്ന് 12 വർഷത്തോളം ചങ്ങനാശ്ശേരി ഏരിയ കമ്മിറ്റി പ്രസിഡന്റായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. 12 വർഷത്തോളം കോട്ടയം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും 24 വർഷത്തോളം ജില്ലാ കമ്മിറ്റി അംഗവുമായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. ഒപ്പം DYFIയുടെ വിവിധ ചുമതലകളിലൂടെയാണ് അദ്ദേഹം പാർട്ടി രംഗത്തേക്ക് അല്ലെങ്കിൽ നേതൃസ്ഥാനത്തേക്ക് സജീവമായിട്ട് എത്തുന്നത്. DYFIയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആയിരുന്നു. ഒപ്പം കോട്ടയം ജില്ലാ സെക്രട്ടറിയായിട്ട് DYFIയുടെ ജില്ലാ സെക്രട്ടറിയായിട്ട് 7 വർഷത്തോളം അദ്ദേഹം പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. നിലവിൽ CITUവിൻ്റെ കേന്ദ്ര കമ്മിറ്റി അംഗമായിട്ട് കൂടി അദ്ദേഹം പ്രവർത്തിച്ചു വരികയായിരുന്നു. ചങ്ങനാശ്ശേരി അർബൻ ബാങ്കിൻ്റെ പ്രസിഡന്റ് എന്നുള്ള സ്ഥാനവും അദ്ദേഹം വഹിച്ചു വരികയായിരുന്നു. കഴിഞ്ഞ ഈ 2022 മുതൽ അദ്ദേഹം CPM-ന്റെ കോട്ടയം ജില്ലാ സെക്രട്ടറി എന്നുള്ള ഒരു സ്ഥാനം അലങ്കരിച്ച് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. നേരത്തെ VN വാസവൻ അദ്ദേഹം നിയമസഭയിലേക്കും ലോക്സഭയിലേക്കും മത്സരിച്ച വേളയിൽ 2 തവണ താൽക്കാലികമായിട്ട് ജില്ലാ സെക്രട്ടറി എന്നുള്ള സ്ഥാനത്തേക്ക് വന്നിരുന്നു. അതിനുശേഷം VN വാസവൻ മന്ത്രിസ്ഥാനത്തേക്ക് എത്തിയപ്പോൾ 2022 ജില്ലാ സമ്മേളനത്തിൽ ഔദ്യോഗികമായിട്ട് പൂർണ്ണസമയ ജില്ലാ സെക്രട്ടറി എന്നുള്ളൊരു സ്ഥാനത്തേക്ക് VN വാസവനെ പാർട്ടി നിയോഗിക്കുകയായിരുന്നു. തുടർന്ന് ഏറ്റവും അവസാനമായി കഴിഞ്ഞ മാസം നടന്ന ജില്ലാ സമ്മേളനത്തിൽ, പാമ്പാടിയിൽ വെച്ച് നടന്ന ജില്ലാ സമ്മേളനത്തിൽ വീണ്ടും അദ്ദേഹത്തെ തന്നെ AV റസൽ തന്നെ ജില്ലാ സെക്രട്ടറിയായിട്ട് തുടരാൻ പാർട്ടി നേതൃത്വം തീരുമാനിക്കുകയായിരുന്നു. രണ്ടാമത്തെ ടേമിൽ അദ്ദേഹം ജില്ലാ സെക്രട്ടറിയായിട്ട് പ്രവർത്തിച്ച് വരവെയാണ് ഇത്തരത്തിൽ അപ്രതീക്ഷിതമായിട്ടുണ്ടായ ഒരു രോഗം അദ്ദേഹത്തിൻ്റെ ജീവിതം കവർന്നെടുക്കുകയുണ്ടായത്. അർബുദ രോഗമായിരുന്നു അദ്ദേഹത്തിൻ്റെ മരണകാരണവും. നേരത്തെ മുതൽ തന്നെ ചെന്നൈയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നു. ശസ്ത്രക്രിയ കഴിഞ്ഞ ദിവസം പൂർത്തിയായിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അദ്ദേഹം ആരോഗ്യം വീണ്ടെടുത്ത് നാട്ടിലേക്ക് എത്രയും വേഗം തന്നെ മടങ്ങാനാകുമെന്നുള്ളൊരു പ്രതീക്ഷയിൽ നിലനിൽക്കുകയാണ് ഇത്തരത്തിൽ അപ്രതീക്ഷിതമായിട്ട് വിധി അദ്ദേഹത്തിൻ്റെ ജീവിതം കാർന്നെടുത്തത്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ പാർട്ടിക്ക് അദ്ദേഹത്തിൻ്റെ വിയോഗം വലിയ വിടവ് തന്നെയാണ്, നികത്താനാവാത്ത വിടവ് തന്നെയാണ്. അതോടൊപ്പം തന്നെ വലിയ സമരങ്ങൾക്ക് നേതൃത്വം നൽകിയിട്ടുള്ള ഒരു നേതാവ് കൂടിയിട്ടായിരുന്നു. പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ യുവത്വ കാലഘട്ടത്തിൽ യുവജന പ്രസ്ഥാനത്തിലൂടെയാണ് അദ്ദേഹം കടന്നു വരുന്നത്. DYFI പോലെയുള്ള പ്രസ്ഥാനങ്ങളിലൂടെയാണ് അദ്ദേഹം നേതൃസ്ഥാനത്തേക്ക് വരുന്നത്. ആ സമയത്തൊക്കെ തന്നെ പ്രത്യേകിച്ച് കൂത്തുപറമ്പ് ആ സമര കാലഘട്ടത്തിലൊക്കെ തന്നെ നിരവധിയായിട്ടുള്ള സമരങ്ങൾക്ക് നേതൃത്വം നൽകുകയും നിരവധി പോലീസ് മർദ്ദനങ്ങൾക്ക് ഇരയാവുകയും ചെയ്തു. ആ രീതിയിൽ തന്നെ താഴേക്കിടയിൽ നിന്ന് തന്നെ വളർന്നു വന്നിട്ടുള്ള ഒരു നേതാവാണ് AV റസൽ എന്ന് പറയേണ്ടിയിരിക്കുന്നു. തീർച്ചയായിട്ടും കോട്ടയത്ത് ഏറെ നിർണായകമായിട്ട് അല്ലെങ്കിൽ ഇവിടുത്തെ ഒരു ജനകീയനായിട്ടുള്ളൊരു നേതാവ് തന്നെയായിരുന്നു AV റസൽ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഏറെ ഇവിടുത്തെ പൊതുജനങ്ങൾക്കും അതോടൊപ്പം തന്നെ പാർട്ടി പ്രവർത്തകർക്കും അദ്ദേഹത്തിൻ്റെ ഒരു വിയോഗം ഇനിയില്ല, അല്ലെങ്കിൽ അദ്ദേഹമില്ല, മുന്നിൽ നിന്ന് നയിക്കാൻ അദ്ദേഹമില്ല എന്നുള്ളത് വലിയൊരു കുറവായി തന്നെ അവശേഷിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. എന്തായാലും നാളെ അദ്ദേഹത്തിൻ്റെ മൃതദേഹം നാട്ടിലെത്തിക്കും. മറ്റന്നാളായിരിക്കും സംസ്കാര ചടങ്ങുകൾ നടക്കുന്നുണ്ടാവുക. സ്വാതി. ശരി ഗോകുൽ, CPIM കോട്ടയം ജില്ലാ സെക്രട്ടറി AV റസൽ അന്തരിച്ചു. അദ്ദേഹം ക്യാൻസർ ബാധിതനായി ചെന്നൈയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ ഇരിക്കുകയായിരുന്നു. അന്ത്യം റസലിന്റെ മൃതദേഹം നാളെ രാവിലെ കൊച്ചിയിൽ എത്തിക്കും. വിയോഗത്തിൽ അഗാധമായ ദുഃഖമുണ്ടെന്ന് മുഖ്യമന്ത്രി അടക്കമുള്ള പാർട്ടിയുടെ നേതാക്കൾ പ്രതികരിച്ചു. കോട്ടയത്ത് വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനങ്ങളിലൂടെ ജില്ലയിലെ തൊഴിലാളി വർഗ നേതൃത്വത്തിലേക്ക് ഉയർന്നു വന്ന അനിതര സാധാരണമായ സംഘടനാ പാഠവം കാണിച്ച ഒരു വിപ്ലവകാരിയാണ്. ജനങ്ങളുടെ ഹൃദയവുമായി ചേർന്ന് നിൽക്കുന്ന ജനങ്ങളുടെ പ്രിയപ്പെട്ട സഖാവാണ് സഖാവ് റസൽ. റസലിന്റെ സംഘടനാ രീതിയും ജീവിത രീതിയും അദ്ദേഹത്തെ പലരിൽ നിന്നും വേറിട്ടവനാക്കി മാറ്റി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം വളരെ അപ്രതീക്ഷിതമായി ഒരു ആകസ്മികമായി ഉണ്ടായ വേർപാട് വളരെ ഞെട്ടലോട് കൂടിയാണ് ഞങ്ങൾക്ക് ആ വാർത്ത കേൾക്കാൻ പറ്റും. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത തരത്തിൽ വരുമ്പോൾ ഉണ്ടാകുന്ന വിഷമവും വേദനയും എല്ലാം ഞങ്ങളിലെല്ലാം ഉണ്ട്. പ്രത്യേകിച്ച് എനിക്കൊരു സഹോദരനായി ഏറ്റെടുത്ത ചുമതലകളെല്ലാം കൃത്യനിഷ്ഠയോടെയും ആത്മാർത്ഥതയോടെയും സത്യസന്ധതയോടെയും ചെയ്തു തീർത്ത അനുഭവങ്ങളാണ് ഞങ്ങളുടെ മുമ്പിലുള്ളത്. എന്നും ഒരു സഹോദര തുല്യമായ സ്നേഹം സഖാവ് എന്ന രൂപത്തിൽ, സഹപ്രവർത്തകൻ എന്ന രൂപത്തിൽ.
ശരിക്കും പറഞ്ഞ എൻ്റെ ഒരു സ്വന്തം സഹോദര ബന്ധമായിരുന്നു ഞാൻ റസലുമായിട്ട്. കാരണം ഒരു അര നൂറ്റാണ്ടിന്റെ ബന്ധം, അത്രമാത്രം ആത്മഹത്യ. സത്യം പറഞ്ഞാൽ ഈ വാർത്ത കേട്ട് ഞാൻ ഞെട്ടലോടുകൂടിയാണ് വാർത്ത കേട്ടത്. കാരണം അപ്രതീക്ഷിതമെന്ന് മാത്രമല്ല, അദ്ദേഹത്തിന് ചികിത്സയ്ക്ക് വേണ്ടി മദ്രാസിൽ പോയിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഞങ്ങൾ വിവരങ്ങൾ തിരഞ്ഞുന്നുണ്ടായിരുന്നു. അസുഖം ഭേദമായി വരുമെന്ന് നല്ല ആത്മവിശ്വാസമായിരുന്നു. പക്ഷെ ഇപ്പം അറിഞ്ഞത് അസുഖത്തിന്റെ ഭാഗമായിട്ടുള്ള കാർഡിയക് അറസ്റ്റാണ് എന്ന് മനസ്സിലാക്കുന്നത്. എന്തായാലും ഭയങ്കരമായ വൈകാരികമായ ഒരു ബന്ധമായിരുന്നു എനിക്ക് റസലുമായിട്ടുണ്ടായിരുന്നത്. CPM-നെ സംബന്ധിച്ച് ഏറ്റവും കനത്ത നഷ്ടമാണ് സഖാവ് റസൽ. വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെ കൊല്ലത്തൊന്ന് ഈ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായ റസൽ കോട്ടയത്ത് വഹിക്കാത്ത ചുമതലകളില്ല. വിദ്യാർത്ഥി യുവജന രംഗത്തും പിന്നീട് പാർട്ടിയുടെ നേതൃരംഗത്തുമെല്ലാം എല്ലാവരെയും കോർത്തിണക്കിയ മനുഷ്യസ്നേഹി, സഖാവ്, നേതാവ്. വളരെ സാധാരണ പോലെ നടന്ന് ലിഫ്റ്റ് കയറുന്നതിനു പകരം സ്റ്റെപ്പ് കയറുന്നൊരു സന്ദർഭത്തിലാണ് കുഴഞ്ഞു വീണ് ദേഹവിയോഗം ഉണ്ടായത്. വിവരിക്കാനാവാത്ത വേദന, ചിന്തിക്കാനാവാത്ത നഷ്ടം.